പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ഡോക്ടർ കെ.എസ്. അനിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. അന്വേഷണത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ വിസിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച ഉത്തരവായതിന് പിന്നാലെയാണ് പുതിയ വിസി ഡോക്ടർ കെ.എസ്. അനിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത്. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് കേട്ടെന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് ചാൻസലർ ഓഫീസിലെ എല്ലാവരും പുതിയതാണെന്നും കെ.എസ്. അനിൽ പറഞ്ഞു. എന്റെ ഭാഗത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിന്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എല്ലാവരും പുതിയ ആൾക്കാരാവും. അതിന് ഒരു സംശയത്തിന് ഇടപെടണമെന്ന് എനിക്ക്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വൈസ് ചാൻസലറോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പുതിയ വിസിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി. അദ്ദേഹം ഇപ്പോൾ പുതിയതല്ലേ, പുതിയതായിട്ട് വന്നു കോളേജ് പുതിയതായിട്ട് വിസി ആയിട്ട് വന്നതാണ്. ഇതിനു മുമ്പും 2 വിസി വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ. അപ്പോൾ അതുപോലെ ഇദ്ദേഹം ഒന്നും എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. പറഞ്ഞാൽ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം ആയപ്പോഴേ രണ്ടാമത്തെ വിസി എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനങ്ങ് തന്നു. എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു. അപ്പോൾ അതുപോലെ അല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ച് അവലാതികളുണ്ടായിരുന്നു അവിടുത്തെ കുറിച്ച്. ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം, ഇപ്പം ജുഡീഷ്യൽ അന്വേഷണവും CBI അന്വേഷണവും ഒരുമിച്ച് പോകാനുള്ള സമയത്ത് ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ആ കോളേജിൽ ഇടപെടാൻ പറ്റിയ കാരണത്തിനെക്കുറിച്ച് ഒരു 10 പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അത് കൊടുത്തത് ഇത് ഉറപ്പായിട്ടും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും. പഴയ വിസി പോലെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പോട്ടെന്ന്. ഇക്കഴിഞ്ഞ 27-നാണ് ഡോക്ടർ കെ.എസ്. അനിലിനെ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിസിയായി നിയമിച്ചത്. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ. ഗവർണറുടെ കടുത്ത അതൃപ്തിയെ തുടർന്ന് ഡോക്ടർ ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം. ജനം, തിരുവനന്തപുരം.